ഇത് നിങ്ങളൊക്കെ വിചാരിക്കും ഒരു ചാലായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. സംഭവം ഒരു വെറൈറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ കാരണം. ഇതുണ്ടല്ലേ സംഭവം. നിങ്ങളിത് പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. വേണ്ടല്ലേ, കാരണം വെള്ളമാണേ, ഇത് തോടിൻ്റെ എറമ്പാണിത്. ചാലല്ല, നമ്മൾ ഒന്നാമതൊരു ഒരു മാവാണ്. ഫുള്ള് ഇത്രയും വെയിറ്റ് എങ്ങനെ താങ്ങുന്നതെന്ന് അറിയില്ല. ഇതല്ലേ ശിഖരങ്ങൾ പോയിരിക്കുന്നു. അതിൻ്റെ ശിഖരങ്ങളാണ് ഈ കാണുന്നത്. ഇത്രയും ഹൈറ്റിൽ വളഞ്ഞിട്ട് നേരെ നിൽക്കുക. കണ്ടോ, ഇതിൻ്റെ ശിഖരങ്ങൾ അങ്ങോട്ടും വളർന്നിട്ടുണ്ട്. ഇത് കോട വിരിഞ്ഞിരിക്കുന്നതൊക്കെ. സാധാരണ മരം നേരെയല്ല നിൽക്കുക, പക്ഷെ ഇത്രയും വെയിറ്റുള്ളൊരു മരം എങ്ങനെ നിൽക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ കളി. അല്ലാതെ എന്ത് പറയാനാ. അക്കരെ വരെ നീണ്ടു നിൽക്കുക ഇതിൻ്റെ ശിഖരങ്ങൾ. കണ്ടില്ലേ സംഭവം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുക റോഡ്. ചെറിയ റോഡാണ്. ഇത്രയേ ഉള്ളൂ സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ കൂടെയാണ് ഈ മരം വളർന്ന് നിൽക്കുന്നത്. ഒരു വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം. ഇത്രയും വെയിറ്റ് ഇതെങ്ങനെ താങ്ങുന്നു എന്ന് ദൈവത്തമ്പുരാന് മാത്രം അറിയാം. കണ്ടില്ലേ, വളഞ്ഞിട്ട് മുകളിലോട്ടാണ് വളർന്നിരിക്കുന്നത്. അതായത് പകുതിക്ക് ബെൻഡ് ചെയ്ത് അവിടുന്ന് രണ്ടിടത്തു നിന്ന് 3 ശിഖരങ്ങളായിട്ട് നേരെ വളർന്നിരിക്കുന്നു. ബാക്കി അടിഭാഗം നിലത്ത് കിടക്കുന്ന മാതിരിയുള്ള ഒരു സ്റ്റൈലാണ്. സംഭവം മാവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.